ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ക്രിസ്മസ് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ക്രിസ്മസ് സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ അടുത്ത വിഭവമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഗ്രീൻ പെപ്പർ ചിക്കനാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. ഇത് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വിഭവമാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ഞാൻ അവിടെ കഴുകി നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, ക്രഷ്ഡ് പെപ്പറാണ് കേട്ടോ. അതുപോലെ കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളക് പൊടിയോട് മിക്സ് ചെയ്ത് വെച്ചാണ്. മല്ലിപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചെറിയുള്ളി അരിഞ്ഞതും സവോളയും കൂടി വേണം. സവോള കുറച്ചാണ് എടുത്തിട്ടുള്ളത്, കുഞ്ഞുള്ളിയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, കുഞ്ഞുള്ളി ഞാനിവിടെ രണ്ടായി ഇങ്ങനെ കീറി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇഞ്ചി വേണം, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ പെപ്പർ. ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഞാൻ പറിച്ചെടുത്താണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചക്കുരുമുളകും കൂടി ചതച്ചെടുക്കാൻ പോവാണ്. കുരുമുളക് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ചതച്ചെടുക്കാം. പേസ്റ്റ് ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇതിലിട്ട് ഞാനൊന്ന് നന്നായി ചതച്ചെടുക്കാൻ പോവാണ്. ഇനി നമ്മൾ ചിക്കൻ ഒന്ന് പുരട്ടി വെക്കാൻ പോവുക. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവാണ്. മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രഷ്ഡ് പെപ്പർ ചേർത്ത് കൊടുക്കുകയാണ്. പെപ്പറിൻ്റെ ടേസ്റ്റാണ് ഈ കറിയിൽ മുന്നിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും നല്ല മുളക് പൊടിയോട് മിക്സ് ചെയ്ത് വെച്ചതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മല്ലിപ്പൊടി മുഴുവനായി ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു വലിയ ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് നല്ല രീതിയിൽ കൈകൊണ്ട് പുരട്ടി യോജിപ്പിക്കാൻ പോവാണ്. അപ്പോഴേ ഈ മസാല അതിലേക്ക് ചിക്കനിലേക്കൊക്കെ നന്നായി പിടിക്കുള്ളൂ. ഇനി നമ്മൾ പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാക്കി എടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. ഒരുപാട് പ്രോസസ്സൊന്നുമില്ല. അപ്പോൾ അതാ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച പച്ചക്കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ ആ പച്ചമണം പോകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. കണ്ട, ആ പച്ചക്കുരുമുളകൊക്കെ അതുപോലെ തന്നെ അതിലിങ്ങനെ പീസായിട്ട് നമുക്ക് കാണാനുണ്ട്. ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. നല്ല ഫ്രഷ് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെറിയുള്ളിയും സവോള അരിഞ്ഞു വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ല രീതിയിൽ ഇളക്കി നമുക്ക് നല്ലപോലെ റോസ്റ്റാക്കി എടുക്കാം കേട്ടോ. അതിൻ്റെ കളറൊക്കെ മാറി കണ്ടോ, നല്ല ടേസ്റ്റ്, നല്ലൊരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ടതില്ല. നല്ലപോലെ മസാലയൊക്കെ ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് നമുക്ക് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് വലിയ പ്രോസസ്സൊന്നും അല്ല എന്ന്. ഇപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു. നല്ലപോലെ നന്നായി ഇളക്കി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നല്ലപോലെ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാല പൗഡറും കൂടി തൂവി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് ഗരം മസാല ചേർക്കേണ്ട, കാരണം പെപ്പറിൻ്റെ ടേസ്റ്റാണ് നമുക്ക് നല്ലപോലെ കിട്ടേണ്ടത്. അതുകൊണ്ട് ഗരം മസാല കുറച്ച് മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് ഇത് നല്ല പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നോട് അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ് മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പെപ്പർ ചിക്കൻ ഇവിടെ റെഡിയായി. ഈ വീഡിയോ ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണും വരെ സ്റ്റേ സേഫ് ആൻഡ് ബൈ.